കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി ഇഡി. ബാങ്കിൽ നിന്ന് ഇഡി കണ്ടെത്തിയ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. CPM ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. വാളയാറിലും പന്നിയങ്കരയിലും ടോൾ പ്ലാസകളിൽ തൽക്കാലം ടോൾ നിരക്ക് ഉയർത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന പിൻവലിച്ചതെന്ന സൂചന. തൃശൂർ പൂരം ഒരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വെടിക്കെട്ട് സമയത്ത് 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച ആളുകളെ സുരക്ഷിതമായി മാറ്റി നിർത്തും. അതിരപ്പള്ളി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. പള്ളിയുടെ വാതിൽ തകർത്തകത്ത് കിടന്ന കാട്ടാനക്കുട്ടി ഗ്രില്ല് തകർത്തു. ജില്ലയിൽ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാവക്കാട് ബീച്ചിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. എറിയാട് കള്ളക്കടൽ പ്രതിഭാസം. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 2 മരണം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഗുരുവായൂരിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ നിന്ന് ഇഡി കണ്ടെത്തിയ CPMന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഒപ്പം ധനമന്ത്രാലയത്തിനും RBIക്കും വിവരങ്ങൾ കൈമാറി. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ഇഡി ആരോപണം. ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് മറച്ചുവെച്ചെന്നും ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇഡിയെ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPMന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചാണ് അന്വേഷണം. അതേസമയം നോട്ടീസ് കിട്ടിയാലും ഹാജരാകണമോ എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് M വർഗീസ് പറഞ്ഞു. നിലവിൽ ഇഡിയുടെ സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് M വർഗീസ് പറഞ്ഞു. ടോൾ കേന്ദ്രങ്ങളിൽ തൽക്കാലം നിരക്ക് ഉയർത്തില്ല. വാളയാറിലും പന്നിയങ്കരയിലും നിരക്ക് കൂട്ടുമെന്നറിയിച്ചിരുന്നു. കൂടിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പുതിയ തീരുമാനം. വാളയാർ പന്നിയങ്കര ടോൾ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച മുതൽ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ടോൾ കമ്പനി നേരത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും വർദ്ധിപ്പിച്ച നിരക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന തൽക്കാലം പിൻവലിച്ചതെന്നാണ് സൂചന. യാത്രക്കാർക്ക് പഴയ നിരക്കിൽ തന്നെ കടന്നുപോകാം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ സാധാരണയായി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട്. തൃശൂർ പൂരം ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജയുടെ അധ്യക്ഷതയിൽ വകുപ്പ് മേധാവികളുടെയും ദേവസ്വം അധികൃതരുടെയും യോഗം ചേർന്നു. ക്രമസമാധാന പാലനത്തിന് ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ ആവശ്യത്തിന് പോലീസിനെ വിന്യസിക്കും. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് കോർപ്പറേഷൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി. വാഹന തിരക്ക് നിയന്ത്രിക്കുന്നതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പൂരപ്പറമ്പിൽ ഹെലികാം, ഡ്രോൺ അനുവദിക്കില്ല. വെടിക്കെട്ട് കാണുന്നതിന് ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് സുരക്ഷിതമായി നിർത്തും. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ എന്നിവയും വെടിക്കെട്ട് സാമഗ്രികളിൽ നിരോധിത രാസവസ്തുക്കളും ഉപയോഗിക്കരുതെന്ന് യോഗം നിർദ്ദേശം നൽകി. അതിരപ്പള്ളിയിൽ പള്ളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പള്ളിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാനക്കുട്ടി പിൻഭാഗത്തെ ഗ്രില്ല് തകർത്തു. വെള്ളപ്പാറയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലെ വിളകൾ നശിപ്പിച്ചു. 25ഓളം തെങ്ങുകളാണ് ഒടിച്ചിട്ടത്. വെള്ളപ്പാറ ജംഗ്ഷനിലെ രാധാകൃഷ്ണന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. 2 ആഴ്ച മുൻപും ഇവിടെ ആനകൾ എത്തി കൃഷിനാശം വരുത്തിയിരുന്നു. ചുറ്റുമുള്ള ഫെൻസിംഗിന്റെ ഭാഗത്ത് മരം മറിച്ചിട്ടാണ് ആനകൾ തോട്ടത്തിൽ കടക്കുന്നത്. കടുത്ത വേനലായതോടെ അതിരപ്പള്ളി മുതൽ വെറ്റിലപ്പാറ, ചില്ലായി വരെയുള്ള തോട്ടത്തിൽ നിരന്തരം ആനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ശക്തമായ വേലിയേറ്റത്തിൽ ചാവക്കാട് ബീച്ചിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. മുന്നറിയിപ്പിനെ തുടർന്ന് സഞ്ചാരികൾ കുറവായിരുന്നു. വേലിയേറ്റത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന സാമഗ്രികൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എറിയാട് തീരദേശ മേഖലയിലും കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെട്ടു. എറിയാട് ചന്ത കടപ്പുറത്തും സമീപ പ്രദേശങ്ങളിലുമാണ് തിരയടി ശക്തമായത്. കനത്ത വേലിയേറ്റത്തെ തുടർന്ന് എറിയാട് കടപ്പുറം റോഡിൽ ഒരു ഭാഗത്ത് വെള്ളം കയറി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കടൽ കരയിലേക്ക് കയറി തുടങ്ങിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടൽ വെള്ളം കയറുന്നത് തടയുന്നതിനായി ജിയോ ബാഗ് തടയണയില്ലാത്ത ഭാഗത്ത് എറിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മണൽ തിട്ട നിർമ്മിച്ചു.
പെരിഞ്ഞനം സമിതി ബീച്ചിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടലേറ്റത്തിന്റെ രൂക്ഷത കുറഞ്ഞു. കടൽ ശാന്തമായതോടെ വെള്ളക്കെട്ട് ഭാഗികമായി ഒഴിഞ്ഞു. കടലാക്രമണമുണ്ടായ പ്രദേശങ്ങൾ ബെന്നി ബെഹനാൻ MP, E.T. ടൈസൺ MLA എന്നിവർ സന്ദർശിച്ചു. വേലിയേറ്റ സമയത്ത് വീണ്ടും കടലേറ്റമുണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ പ്രക്ഷുബ്ധമായത്. ഇതോടെ കടൽ ഭിത്തിയും കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകി. വെള്ളം ഒഴുകിയതോടെ മത്സ്യബന്ധന യാനങ്ങളും മറ്റും വെള്ളത്തിലായി. കടപ്പുറത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വള്ളങ്ങളും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. വരാഹം ഫിഷിംഗ് ഗ്രൂപ്പിന്റെ പുതിയ വല മണ്ണിൽ പുതഞ്ഞ് നശിച്ചു. ചാവക്കാട് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ബോട്ടിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു. കടൽക്ഷോഭത്തെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശത്തെയും തുടർന്നാണ് നടപടി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഉത്രാളിക്കാവ് പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചിയാരം സ്വദേശി പുത്തൂർ വീട്ടിൽ 57 വയസ്സുള്ള റോയിയാണ് മരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച റോയ്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപം ബസ്സിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. നെന്മനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി 60 വയസ്സുള്ള ജോൺസനാണ് മരിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ ജോൺസൺ ജോലി കഴിഞ്ഞ് സൈക്കിളിൽ പോകുന്നതിനിടെ ഗുരുവായൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സാബു ബസ്സാണ് ഇടിച്ചത്. പരിക്കേറ്റ ജോൺസനെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില കുറച്ചു. 30 രൂപയാണ് കുറച്ചത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണതിന് ഇടയായ SIയുടെ മോശമായ പെരുമാറ്റ ദൃശ്യങ്ങൾ പുറത്ത്. ASI അസീസിനെ പുതുതായി ചുമതലയേറ്റ SI മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ SP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് CI പറഞ്ഞയച്ചതാണ് SI പ്രവീണിനെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. തിരിച്ച് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ SI പ്രവീൺ ASI അസീസിനോട് മോശമായി പെരുമാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് പരാതി കേൾക്കാനിരുന്ന അസീസ് മാനസിക സംഘർഷത്തെ തുടർന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. സഹപ്രവർത്തകരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സൂപ്പർ പോലീസ് ആവണ്ട, അസീസോടെ പണിയെടുപ്പിച്ച പണിയെടുക്കാനാണ് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആളുണ്ട്, അതിനൊരു ഔട്ട് പോസ്റ്റ് ഉണ്ട്. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ പണികൾ ചെയ്തില്ല. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കോൺഗ്രസിലെ ശ്യാമള മുരളീധരനെയും, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മുകേഷ് കുളപ്പറമ്പിലിനെയും, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ജയപ്രകാശ് പൂവത്തിങ്കലിനെയും തെരഞ്ഞെടുത്തു. ADM T മുരളിയായിരുന്നു വരണാധികാരി. കോൺഗ്രസിലെ മുൻ ധാരണാപ്രകാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്ന ജോൺ ഡാനിയൽ, ലാലി ജെയിംസ്, NA ഗോപകുമാർ എന്നിവർ ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനയെടുക്കുന്നതിനിടെ പൈപ്പുകൾ തകർന്നതിനെ തുടർന്ന് കുടിവെള്ള വിതരണം നിലച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ചേറ്റുവ, പടന്ന ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലാണ് മാസങ്ങളായി ജലസേചന വകുപ്പിന്റെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിൽ പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ തകർന്ന നിലയിലാണ്. ഇതുമൂലം ഏങ്ങണ്ടിയൂരിലെ പല പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ദേശീയപാത കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്കിടെ പതിവായി ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് ചൂണ്ടിക്കാണിച്ച് ലത്തീഫ് കെട്ടുമ്മൽ ജില്ലാ കളക്ടർക്കും ദേശീയപാത കരാർ കമ്പനിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ജലസേചന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല. ഏങ്ങണ്ടിയൂരിലേക്കുള്ള ശുദ്ധജല വിതരണ പൈപ്പുകൾ ഭൂരിഭാഗവും കടന്നുപോകുന്നത് ദേശീയപാതയോരത്തായതിനാൽ പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിൽ അടിയന്തരമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ച് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വകുപ്പുതല ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCB ന്യൂസ്, തൃപ്രയാർ.
രാജ്യം ഭരിക്കുന്നത് മുഖംമൂടി സർക്കാരാണെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി. ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാം വരേണ്യവർഗത്തിനായി മാത്രമെന്ന കാഴ്ചപ്പാടുമായി പ്രവർത്തിക്കുന്ന ഫാസിസ്റ്റ് സംഘടനയായ RSSന്റെ നിയന്ത്രണത്തിലാണ് രാജ്യം ഭരിക്കുന്ന BJP. ഇതിനെതിരെ കോൺഗ്രസ് രാജ്യത്ത് വിജയിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA TV ചന്ദ്രമോഹൻ, ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ധന്യ ചന്ദ്രൻ, വാസു കോട്ടോൽ എന്നിവർ പങ്കെടുത്തു. സംഘടനയിലെ മറ്റ് ജില്ലകളിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LGF യുവജന സംഘടനകളുടെ മുല്ലശ്ശേരി മേഖലാതല കൺവെൻഷൻ സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം ആഷിഖ് ബലിയകത്ത്, ആകാശ് മുല്ലശ്ശേരി, AIYF ജില്ലാ കമ്മിറ്റി അംഗം സാജൻ മുടവങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ സംഗമം നടന്നു. പാവറട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന വനിതാ സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷയായിരുന്നു. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ്, മുൻ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ, VC ഷീജ, റൂബി ഫ്രാൻസിസ്, NK വിമല, പ്രിൻസി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുതുരുത്തിയിൽ റോഡ് ഷോ നടന്നു. ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു. CPM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KP അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റുള്ളവരിൽ വിദ്വേഷമില്ലാതെയുള്ള സഹജീവിതമാണ് ഭാരതീയ ദർശനത്തിന്റെ കാതലെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും സാഹിത്യകാരനുമായ K ജയകുമാർ. ചിറക്കേക്കോട് എളങ്ങള്ളൂർ മന സപ്താഹവേദി പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ സംസ്കൃതിയിൽ ഞാൻ എന്നൊന്നില്ല, നമ്മളെയുള്ളൂ. മനുഷ്യകുലമുള്ള കാലത്തോളം എങ്ങനെ ജീവിതത്തെ ആത്മീയ സുരഭിലമാക്കാമെന്നാണ് വേദങ്ങളും പുരാണ ഇതിഹാസങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതെന്നും ജയകുമാർ പറഞ്ഞു. ചലച്ചിത്ര താരം ജഗദീഷ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഗവത ശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി, എളങ്ങള്ളൂർ സദാനന്ദൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. യജ്ഞം തിങ്കളാഴ്ച സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ അഴീക്കോട് കപ്പൽ ബസാറിൽ നിന്നും 5.5 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാജമദ്യം പിടിച്ചെടുത്തത്. ബീച്ച് റോഡിൽ കപ്പൽ ബസാറിൽ ഒഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച നിലയിലാണ് മദ്യം കണ്ടെടുത്തത്. കൊടുങ്ങല്ലൂർ, ഭരണി, വിഷു എന്നിവയോടനുബന്ധിച്ച് തീരദേശ മേഖലയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. പുതുമകളേറെയുണ്ട് ബാലാജിയുടെ കൃഷിത്തോട്ടത്തിന്. വെയിലും മഴയും മഞ്ഞും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒന്നും ഇവിടെ ബാധിക്കില്ല. 365 ദിവസവും പഴവും പച്ചക്കറികളും വിളവെടുക്കുന്ന കൃഷിയാണ് ബാലാജിയുടേത്. ഏതൊരു കൃഷിക്കാരനും പിന്തുടരാവുന്ന മാതൃക. കേരളത്തിന് ആവശ്യമായിട്ടുള്ള പാലും പച്ചക്കറിയും കോഴിമുട്ടയുമെല്ലാം മത്സ്യവുമെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രമാണ് ആരോഗ്യ സമ്പന്നമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക, സ്വയം പര്യാപ്തയിലേക്ക് എത്തുക, വരുമാന മാർഗമുണ്ടാക്കുക എന്നതിലേക്ക് എത്താനാകും. അതിൻ്റെ വലിയ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തെല്ലാം എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിലുള്ള 10 ഏക്കർ കൃഷിത്തോട്ടത്തിൽ മില്ലറ്റ് മുതൽ തണ്ണിമത്തൻ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മത്തൻ, കുമ്പളം, പടവലം, പാവൽ, പയർ, ചീര, വെണ്ട, വഴുതന തുടങ്ങിയ എല്ലാ നാടൻ പച്ചക്കറികളും കാലഭേദമില്ലാതെ ഇവിടെ വിളയുന്നു. ജൈവരീതിയിലായതിനാൽ വിഷമില്ലെന്ന് ഉറപ്പിച്ച് ധൈര്യമായി വാങ്ങാം. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ പെരുമ്പിലാവ് സെന്ററിൽ ഒരു വിപണന കേന്ദ്രവുമുണ്ട്. 3 മീൻകുളം, ഒട്ടേറെ പശുക്കൾ, 100ഓളം കോഴികൾ എന്നിവയും തോട്ടത്തിനോട് ചേർന്നുണ്ട്. ഇവയിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളമാണ് പ്രധാനമായും കൃഷിക്ക് ഉപയോഗിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ M ബാലാജിക്ക് പാർട്ടി വലങ്കൈയാണെങ്കിൽ കൃഷി ഇടങ്കൈയാണ്. 2 തവണ കർഷക പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി. അധ്യാപികയായ ഭാര്യ ലീനയും വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവായ മകൻ അതുൽ കൃഷ്ണയും കൃഷിക്ക് കൂട്ടിനുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം.
വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് താമസിക്കുന്ന കണ്ണൂർ സ്വദേശി ഈറ്റത്തോട് ബിബിൻ സണ്ണിയാണ് അറസ്റ്റിലായത്. കർണാടകയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. CI മുഹമ്മദ് ബഷീർ, CPOമാരായ അനീഷ്, സബീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ മുരിയാട് എംപറർ ഇമ്മാനുവൽ കേന്ദ്രത്തിൽ നടന്ന സംഘർഷത്തിനിടയിലാണ് ജ്ഞാനപ്രകാശ് എന്നയാൾക്കെതിരെ വധശ്രമം നടന്നത്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1 ഗ്രാം സ്വർണ്ണത്തിന് 6360 രൂപയും 1 പവന് 50,880 രൂപയുമായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1 പവൻ സ്വർണ്ണത്തിന് 50,000 രൂപ കടന്നത്. പിന്നീട് വിലയിൽ നേരിയ ഇടിവ് വന്നെങ്കിലും വീണ്ടും വില കുതിക്കുകയായിരുന്നു. ഒരു മാസത്തിനിടെ മാത്രം 4560 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ആളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ ബംഗ്ലാവിനടുത്ത് കാവുങ്ങൽ വിജുവിനെയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MG അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 1.5 ലിറ്റർ വിദേശമദ്യവും 3400 രൂപയും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. അവധിക്കാലം തുടങ്ങിയതോടെ ജനത്തിരക്കിലായി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവ്. നൂറുകണക്കിന് ആളുകളാണ് കുളിക്കാനും പുഴ കാണാനും കടവിലെത്തുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. തടയണ കെട്ടിയത് മുതലാണ് വിനോദസഞ്ചാരികളെ ആറാട്ടുകടവിലേക്ക് ആകർഷിച്ചു തുടങ്ങിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആറാട്ടുമുങ്ങലും ബലിതർപ്പണവുമെല്ലാം കണക്കിലെടുത്ത് പടവുകൾ കെട്ടിയതും ജനത്തിന് അനുഗ്രഹമായി. പരിയാരം CSR കടവിലെ തടയണയിലും വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി അഗ്നിശമന വിഭാഗം സേഫ്റ്റി ട്യൂബ് അടക്കമുള്ള ഉപകരണങ്ങൾ കടവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മാളപ്പള്ളിപ്പുറം പടിഞ്ഞാറെ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറി. കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തടയണ ഒലിച്ചു പോയതോടെയാണ് കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയത്. പാടശേഖരത്തിലും അനുബന്ധ തോടുകളിലും ഉപ്പുവെള്ളം നിറഞ്ഞതോടെ സമീപത്തെ കിണറുകൾ ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ്. കൊയ്ത്ത് കഴിഞ്ഞ 40 ഏക്കറോളം പാടശേഖരത്തിൽ ഇനി കൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. ചെന്തുരുത്തി ഭാഗത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞിരുന്ന തടയണയിലൂടെ പോയിരുന്ന പൈപ്പ് ഒരാഴ്ച മുൻപാണ് പൊട്ടിയത്. പോയതിനു ശേഷം ഉപ്പുവെള്ളം കയറി. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ്. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്താണ് ഈ വെള്ളം ഇങ്ങനെ കയറിയേക്കണത്. ഇത് ഫുള്ള് ഉപ്പാണ് കയറിയേക്കണത്. ഇവിടെ ഈ പള്ളിയുടെ താഴെ വരെ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട് തോട്ടിൽ കൂടി. അതിനി 2 വർഷത്തേക്ക് ഇവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി ED. ബാങ്കിൽ നിന്ന് ED കണ്ടെത്തിയ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. CPM ജില്ലാ സെക്രട്ടറി MO വർഗീസിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. വാളയാറിലും പന്നിയങ്കരിയിലും ടോൾ പ്ലാസകളിൽ തൽക്കാലം ടോൾ നിരക്ക് ഉയർത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന പിൻവലിച്ചതെന്ന് സൂചന. തൃശൂർ പൂരം ഒരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വെടിക്കെട്ട് സമയത്ത് 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് ആളുകളെ സുരക്ഷിതമായി മാറ്റി നിർത്തി. അതിരപ്പള്ളി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. പള്ളിയുടെ വാതിൽ തകർത്തകത്ത് കിടന്ന കാട്ടാനക്കുട്ടി ഗ്രില്ലും തകർത്തു. ജില്ലയിൽ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാവക്കാട് ബീച്ചിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. എറിയാട് കള്ളക്കടൽ പ്രതിഭാസം. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 2 മരണം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഗുരുവായൂരിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.